വചനം പറയുന്നു, സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഒരു വാക്യം കൂടെ, 1-2 വാക്യം കൂടെ എനിക്ക് അടുത്തോണ്ട് വായിച്ചു തരണം. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. മതി. ഹല്ലേലൂയ. 2 ഭാഗത്തും ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ഞാൻ ഹല്ലേലൂയ ഒരു വിലയേറിയ ഒരു അടിസ്ഥാന കല്ലിടുകയാണ്. അത് വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ ശ്രേഷ്ഠമായൊരു മൂലക്കല്ലിടുന്നു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ചിന്തിക്കുക, തിരിച്ചറിയ. എവിടെ പറയുന്നു? ശ്രേഷ്ഠമായൊരു കല്ലുണ്ട്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞൊരു കല്ലുണ്ട്, അത് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് തകർന്നു പോകും, തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും എന്ന് പറയുമ്പോൾ തന്നെ വചനം പറയുന്നു, അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ ഒരു ഭവനം പൊളിഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ഉറക്കം വന്നോ? ഹല്ലേലൂയ. കുറെ നേരം കൊണ്ട് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുവാണ്. ഉറക്കം വന്നോ? ഇല്ലല്ലോ. ആ 2 കൈ ഒന്ന് സ്വർഗത്തിലോട്ട് ഉയർത്തിയേ, ഒച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഉറക്കം വന്നെങ്കിലും പോയിട്ടുണ്ട്. ഓക്കെ. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നു, സിയോനിൽ ഉറപ്പുള്ള ഒരടിസ്ഥാന കല്ലിട്ടയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഒരടിസ്ഥാന കല്ല്, ഒരു മൂലക്കല്ലിട്ടയ്ക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് ഈ എന്തിനാ നമ്മൾ കല്ലിടുന്നേ? നമുക്കറിയാം, ഒരു ഭവനം പണിയുമ്പോൾ, ഹല്ലേലൂയ, ഒരു ഭവനം പണിയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യുന്നേ? വാനം എടുത്തു കഴിഞ്ഞാൽ, വാനം റെഡിയാക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സഭയിലെ ശുശ്രൂഷകനെ വിളിച്ച് ഒരു കല്ല് പ്രാർത്ഥിച്ച് അതിന്റെ മൂലയിൽ അല്ലെ ഹല്ലേലൂയ മൂലയിൽ ഇടും. ഹല്ലേലൂയ. അത് നമ്മൾ പറയും കല്ലിടുക എന്ന് പറയും. വീടിന് കല്ലിടുക, അടിസ്ഥാനം ഇടുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ. ഈ കല്ല് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പണി തുടങ്ങുന്നത്. ഹല്ലേലൂയ. ആ പണി തുടങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് കന്നിമൂല എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്തും ഒരു മൂലക്കല്ലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമുക്കൊരു മൂലക്കല്ലുണ്ട്. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒരു ഭവനമായി പണിയപ്പെടുന്നു. നിങ്ങളൊന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായമൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും എന്താണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. എവിടെയാണ് പണിയപ്പെടുന്നത് ചോദിച്ചാൽ ഒരടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ ഓരോരുത്തരും പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പണി നടക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മുകളിലോട്ട് പണിയുന്ന പണിയുടെയും ഉറപ്പ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഒരു ഭവനം വെക്കുമ്പോൾ നമ്മൾ ചിലർ പറയത്തില്ലേ, എനിക്ക് വീടൊന്ന് പുതുക്കി പണിയണമെന്ന്, അല്ലെങ്കിൽ വീട്ടിൽ 2 റൂം കൂടെ വെക്കണമെന്നുണ്ട്. ബേസ്മെന്റ് വലിയ ബലമില്ല, അല്ലെ മേളിൽ 2 റൂം ഇറക്കാം. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ പറയുന്നേ? അപ്പൊ ഒരു ഭവനം പണിയുമ്പോൾ അതിന്റെ ബേസ്മെന്റിനെ അനുസരിച്ചിരിക്കും മുകളിലോട്ടുള്ള പണിയുടെ ഉറപ്പെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, അതുപോലെ തന്നെയാണ് ഒരു ക്രിസ്തീയ ജീവിതം ആകുന്ന ഒരു ഭവനം ക്രിസ്തുവിൽ പണിയുന്നതും. ഹല്ലേലൂയ. പണിയുന്നത് അടിസ്ഥാനം നല്ലതാണെങ്കിൽ പണിയും സ്ട്രോങ് ആയിരിക്കും. ആമേൻ. അടിസ്ഥാനം നല്ലതാണെങ്കിൽ ഭവനം കുലുങ്ങത്തില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുകയാണ്, 2 വ്യക്തികൾ ഭവനം പണിയാൻ പോയി. ആമേൻ. സുവിശേഷ വേദഭാഗങ്ങൾ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. 2 വ്യക്തികൾ ഭവനം പണിയാൻ പോയി. ഒരു വ്യക്തി മണലിന്മേൽ ഭവനം പണിതു. ഹല്ലേലൂയ.
എന്താ പറയുന്നേ? മണലിന്മേൽ ഹല്ലേലൂയ ഒരു ഭവനം പണിതു വെച്ചു. അടുത്ത ഒരു വ്യക്തി അവൻ പാറയിൽ ആഴത്തിൽ കുഴിച്ച് ഒരു ഭവനം പണിതു. ഹല്ലേലൂയ. രണ്ട് ഭവനങ്ങൾക്കും അടിസ്ഥാനം ഇടുന്നത് മുതൽ ആ ഭവനത്തിന്റെ പണിയെ കുറിച്ച് പറയുന്നു. ഒന്ന് മണലിന്മേൽ വീട് പണിതു, ഒരാള് പാറയിൽ ആഴത്തിൽ കുഴിച്ച് വീട് പണിതു. ഹല്ലേലൂയ. തുടർന്ന് കർത്താവ് പറയുകയാണ്, വൻ കാറ്റടിച്ചു, അവൻ പ്രതികൂലം ആ ഭവനത്തിന് വിരോധമായി വന്നപ്പോൾ മണലിന്മേൽ പണിത വീട് തകർന്നുപോയി. ഹല്ലേലൂയ. പക്ഷെ പാറമേൽ പണിത വീടാണെങ്കിലോ അത് സ്ഥിരമുള്ളതായി നിലനിൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ മാത്രമേ ഭവനം അവൻ സ്ഥിരതയുള്ളതായിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ അടിസ്ഥാനം സ്ഥിരമായതായിരിക്കും. ഞാനും നിങ്ങളും എല്ലാം അവൻ പണിയപ്പെടുകയാണ്. അവൻ പണിയപ്പെടുമ്പോൾ തിരിച്ചറിയണം, അടിസ്ഥാനം ഒരിക്കലും ഈ ലോകത്തിലൊരു വ്യക്തിയോ സംഘടനയോ ഏതെങ്കിലും സംഘടനയുടെ ഉപദേശങ്ങളോ അവൻ എന്തു പറയുക, അതിന്റെ ചിട്ടവട്ടങ്ങളോ നിയമ സംഹിതകളോ അല്ല. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിയപ്പെടേണ്ടത് ഏതെങ്കിലും വ്യക്തിയുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഉപദേശത്തിന്റെയോ നിയമ സംഹിതയുടെയോ അടിസ്ഥാനത്തിലല്ല. അങ്ങനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണുപോകും. ഹല്ലേലൂയ. നമുക്കൊരടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിന്മേൽ പണിതാൽ മാത്രമേ ഏത് പ്രതികൂലം വന്നാലും, ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും നമ്മളാകുന്ന ഭവനം വീണു പോകാതെ നിൽക്കത്തുള്ളൂ. ഒരു ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഉറപ്പായുള്ള, അല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഉറപ്പായുള്ള കാര്യമാണ്, പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും, കൊടുങ്കാറ്റുകൾ വരും, തളർത്തിക്കളയുവാൻ തക്കവണ്ണം തിരമാലകൾ വരും. അതിന്റെ മധ്യത്തിലും ഞാനും നിങ്ങളും നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ പറയുന്ന പോലെ സുനാമി വരുന്ന കാര്യമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം, അസമാധാനത്തിന്റെ മണ്ഡലങ്ങളായിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. അവൻ ഒരു വ്യക്തി ജീവിതത്തിന് നേരെ പലവിധമായ പ്രതികൂലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി എഴുന്നേറ്റ് വരുമ്പോൾ തിരിച്ചറിയുക, നമ്മുടെ അടിസ്ഥാനം ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിലോ ഏതെങ്കിലും സംഘടനയുടെ നൂലാമാലകൾക്കകത്തോ നിയമസംഹിതകൾക്കകത്തോ ഏതെങ്കിലും ആശയങ്ങൾക്കകത്തോ മാത്രം ഒതുങ്ങുന്നെങ്കിൽ നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല, നിൽക്കാൻ കഴിയത്തില്ല. അവൻ അതിലുപരിയായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി തന്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഏത് കൊടുങ്കാറ്റിലും ഇളകാതെ നിൽക്കണമെങ്കിൽ, ഏത് പ്രതിസന്ധിക്കകത്തും ഇളകാതെ നിൽക്കണമെങ്കിൽ അവൻ പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കണം. അവന്റെ അടിസ്ഥാനക്കല്ല് ഈ ലോകത്തിലെ യാതൊന്നും ആയിരിക്കരുത്, അവനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഏതായി അടിസ്ഥാനം? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വന്നേ. ആമേൻ. 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാന കല്ലല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഏതൊരു വ്യക്തിയുടെയും ക്രിസ്തീയ ജീവിതത്തിനകത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാന കല്ലെന്തായിരിക്കണം? യേശുക്രിസ്തുവായിരിക്കണം. ഹല്ലേലൂയ. അവൻ നിങ്ങളെ നിലനിർത്തുന്നത് ഒരു സംഘടനയല്ല, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ നടത്തുന്ന ഒരു സംഘടനയല്ല, ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തിയുടെ ആശയങ്ങളല്ല. അവർ നിങ്ങളെ സഹായിക്കുക മാത്രമേ, ഞങ്ങൾക്കൊക്കെ നിങ്ങളെ സഹായിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവൻ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ ഏത് കാറ്റ് വന്നാലും, ഇല്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് പാസ്റ്ററെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെ ചർച്ചിലും വരത്തില്ല, ദൈവത്തെയും മറന്നുകളയും. അങ്ങനെ ഉള്ളവരെ ഞങ്ങൾക്കറിയാം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണമേ, ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം ഒരിക്കലും ഒരു വ്യക്തിയോ ഒരു സംഘടനയോ അല്ല. നമുക്കൊരു അടിസ്ഥാനമുണ്ട്, യേശു ക്രിസ്തു എന്നൊരു ഇളകാത്ത അടിസ്ഥാനം എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഇട്ടിരിക്കുക. വചനം പറയുന്നു, ശ്രേഷ്ഠമായ ഒരു കല്ല് അവൻ സിയോനിൽ ഞാൻ ഇട്ടിരിക്കുന്നു. അവൻ വിലയേറിയൊരു മൂലക്കല്ല് സിയോനിൽ ഞാൻ ഇട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല, അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല.
ഇന്ന് പകൽക്കാലം പറയണം, എന്റെ വിശ്വാസം ഈ ലോകത്തിലെ യാതൊന്നിലുമല്ല, ഒരു വ്യക്തിയിലല്ല, ഒരു മനുഷ്യനിലല്ല, ഒരു സംഘടനയിലല്ല, ഏതെങ്കിലും നിയമ സംഹിതകൾക്കകത്തല്ല. എന്റെ അടിസ്ഥാനം എന്റെ ക്രിസ്തുവിലാ. ഹല്ലേലൂയ, ആമേൻ. ഈ ഉറപ്പ് നിങ്ങൾക്കില്ലെങ്കിലുണ്ടല്ലോ, ഒരാൾ രണ്ട് അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചാടും, അടുത്തയാൾ മൂന്നാമത്തെ അഭിപ്രായം പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും. ചാടി 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 അവസാനം എവിടെ നിൽക്കണം ഉറപ്പില്ലായിരിക്കും. ഞാൻ പറയും, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും നിങ്ങൾ ഇളകത്തില്ല. ഇന്ന് പകൽക്കാലം അടിസ്ഥാനമുള്ള ഒരു ഉറപ്പുള്ള ക്രിസ്തീയ തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. പ്രതികൂലത്തിനകത്ത് കുലുങ്ങാൻ കാര്യമെന്നറിയാമോ? പ്രതിസന്ധിക്ക് തളരാൻ കാര്യമെന്നറിയാമോ? ഒരു വ്യക്തി രണ്ട് വാക്ക് പറഞ്ഞാൽ അവരുടെ വാക്കിന് നമ്മൾ ആടിപ്പോകാൻ കാരണമെന്നറിയാമോ? പലപ്പോഴും പണിതിരിക്കുന്ന പണി മണലിന്റെ പുറത്താ. ഇന്ന് പകൽക്കാലം പറയുക, ലോകത്തിലേക്ക് നോക്കത്തില്ല, മനുഷ്യന്റെ വാക്കിൽ നോക്കത്തില്ല, വ്യക്തികളുടെ അഭിപ്രായത്തിൽ നിൽക്കത്തില്ല. എന്റെ അടിസ്ഥാനം ക്രിസ്തുവിലാ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലേൽ മുക്കിന് നിങ്ങൾ ചാടിക്കൊണ്ടിരിക്കും, ഓടിക്കൊണ്ടിരിക്കും, നിൽക്കത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. അവൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ആരെങ്കിലും നിങ്ങളെ നോക്കിയിട്ട് ഒരു കാര്യം അങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ചാഞ്ചാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിട്ടില്ല. എൻ്റെ അടുത്ത് പിണങ്ങിയാലും കുഴപ്പമില്ല. ഹല്ലേലൂയ, ആമേൻ. അടിസ്ഥാനം ക്രിസ്തുവിലാണോ, നിങ്ങൾ കുലുങ്ങത്തില്ല. ഹല്ലേലൂയ. ഇല്ല, രണ്ടുപേര് പറയും, കണ്ടോ നിന്റെ പാസ്റ്റർ ഇങ്ങനെ അങ്ങനെയാന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ വീഴും. നിങ്ങളുടെ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, പിള്ളേരുടെ ഭാവി എന്താകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ വീഴും. അപ്പോൾ വിചാരിക്കും മറ്റേടത്തിരുന്നാൽ മതിയായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറയും, ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങിയ പൂർണ്ണതയോടെ ഇറങ്ങുക. വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഇന്നും അങ്ങും ഇങ്ങും ചാടി ഓടി നിൽക്കാനല്ല, ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിനകത്ത് നിങ്ങളുടെ കാലുകളെ ഒന്ന് ഉറപ്പിക്കുക, ഉറച്ചു നിൽക്കുക. അവൻ ഉറച്ചു നിന്നാൽ നിന്നെ കുലുക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. നിനക്ക് ഉറപ്പില്ലാത്തടത്തോളം എല്ലാ കാറ്റും നിന്റെ മേത്തോട്ട് വന്നുകൊണ്ടിരിക്കും, നിന്റെ പുറത്തോട്ട് വരും. നീ കുലുങ്ങും, നീ ആടും, നീ വീഴും. ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആലോചന പറയുക, നമ്മുടെ അടിസ്ഥാനം ലോകത്തിന്റെ നിയമ സംഹിതകളല്ല, ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഒന്ന് അടിയുറച്ചു നിൽക്കാം. ഹല്ലേലൂയ. വചനം പറഞ്ഞു, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ല. ഓട്ടം കൂടുതലാണെങ്കിൽ വിശ്വാസം കുറവാ. ഹല്ലേലൂയ. ഓട്ടം കൂടുതലാണേ അഭിഷേകം പ്രാപിച്ചു, ആരാധിക്കുന്നു, ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധി നിൽക്കുന്നു. ഇന്നും അവിടെ കിട്ടുമോ ഇവിടെ കിട്ടുമോ സർട്ടിഫിക്കറ്റ്, അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിക്കോണ്ട് നടക്കുക. വിശ്വാസത്തിൽ ഒന്നും ആയിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ. നിൽക്കുക ദൈവസന്നിധിയിൽ, നിൽക്കുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. പറ, എനിക്കൊരടിസ്ഥാനമുണ്ട്, ഞാൻ എൻ്റെ കർത്താവിലെ അടിസ്ഥാനം ഇട്ട് നിൽക്കുന്നേ. ലോകത്തിൻ്റെ പിന്നാലെ പോകത്തില്ല, ലോകത്തിൻ്റെ വാക്കിൻ്റെ പിന്നാലെ പോകത്തില്ല. ആ മനുഷ്യൻ രണ്ട് വർത്തമാനം പറഞ്ഞാൽ ഞാൻ വീഴത്തില്ല. അടുത്തയാൾ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ വീഴത്തില്ല. എൻ്റെ പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞാൽ, എൻ്റെ ആരാധനയെ കുറ്റം പറഞ്ഞാൽ, എൻ്റെ വേഷവിധാനത്തെ കുറ്റം പറഞ്ഞാൽ ഞാൻ വീഴത്തില്ല. ഞാൻ നിൽക്കുന്നത് എൻ്റെ ക്രിസ്തുവിലാ. എൻ്റെ അടിസ്ഥാനത്തിനകത്തുനിന്ന് എന്നെ ഇളക്കാൻ ഈ ലോകത്തിലെ ഒരു കാറ്റിനും ഒരു പ്രതികൂലത്തിനും ഒരു മനുഷ്യന്റെ വാക്കിനും ശക്തിയില്ല എന്ന് പറഞ്ഞ ഉറപ്പോടെ ക്രിസ്തുവിൽ നിൽക്കുന്നവരുണ്ടോ? നിന്നെ തളർത്താൻ, നിന്നെ ലജ്ജിപ്പിക്കുവാൻ, നിന്നെ തോൽപ്പിക്കാൻ ലോകത്തിലെ യാതൊന്നിനും കഴിയത്തില്ല. രോഗമോ ദുഃഖമോ കഷ്ടതയോ എന്തോ ആയിക്കൊള്ളട്ടെ, ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റി കളയുവാൻ ഇതിനൊന്നിനും ശക്തിയില്ല. രോഗം വരത്തില്ലെന്നല്ല, പ്രശ്നം വരത്തില്ലെന്നല്ല, പ്രതികൂലം വരത്തില്ലെന്നല്ല, പ്രതിസന്ധി വരത്തില്ലെന്നല്ല, എല്ലാം വരും. ഹല്ലേലൂയ. അങ്ങനെ ഇല്ലാത്ത ജീവിതം ഉണ്ടെങ്കിൽ എന്നോട് പറയുക. ഹല്ലേലൂയ.
ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല സിസ്റ്ററെ, എല്ലാം കൂളാന്ന്. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ആഴ്ച ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഈ പരീക്ഷ എളുപ്പമായി തോന്നുന്ന എപ്പോഴെന്ന് അറിയാമോ? 1ാം ക്ലാസ്സിലെ പരീക്ഷ എളുപ്പമാവുന്ന എപ്പോഴാ? 10ാം ക്ലാസ്സിൽ ചെന്നിരുന്നിട്ട് 1ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം. അയ്യേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. പക്ഷെ 1ാം ക്ലാസ്സുകാരൻ്റെ മുമ്പിൽ കൊണ്ട് എന്നിട്ട് മക്കളെ ഈ പരീക്ഷ എഴുതാന്ന് പറഞ്ഞു, ഇതിന് ഞാൻ എങ്ങനെ എക്സാം എഴുതുക, എങ്ങനെ ജയിക്കുക, ഇതിന്റെ ആൻസർ എന്താ, ഇത് ജയിക്കുവോ കിട്ടുമോ, അവന്റെ മുട്ടുകാല് പറച്ചുകൊണ്ടിരിക്കും ഇല്ലേ? ഓ ഹല്ലേലൂയ. പക്ഷെ അതേ കൊച്ച് 10ാം ക്ലാസ്സിലെത്തി നിന്നിട്ട് 1ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ചേടാ ഇതുപോലെ ഈസി. മറ്റവൻ പരീക്ഷ എഴുതാൻ 2 മണിക്കൂർ എടുക്കും. ഈ 10ാം ക്ലാസ്സിൻ്റെ 1ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ പരീക്ഷ എഴുതാൻ എത്ര സമയം എടുക്കും? 5 മിനിറ്റ്. അവൻ എഴുതാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇല്ല ഇല്ല ഇല്ല, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഞാൻ പറയാം, പരീക്ഷ സമയം കഴിയും തോറും, ഘട്ടം കഴിയും തോറും, ക്ലാസ് ഓരോന്ന് പാസ്സായി പുറത്തു വരും തോറും പരീക്ഷയുടെ അളവ് വ്യത്യാസമായിരിക്കാം. പക്ഷേ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തുവിലാണ് നിൽക്കുന്നതെങ്കിൽ, പരീക്ഷ എത്ര കഠിനമായി കൊള്ളട്ടെ, പരീക്ഷ എത്ര പ്രയാസമായി കൊള്ളട്ടെ, അതിന്റെ നടുവിലും ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ നിൽക്കുന്നവൻ തോറ്റുപോകത്തില്ല. നീ തോൽക്കുവാൻ, ലക്ഷിക്കുവാൻ, ഓടിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധി ഉണ്ട്, പ്രതികൂലമുണ്ട്, പക്ഷെ തോൽക്കാൻ അനുവദിക്കാതെ കൂടെ ഇരിക്കുന്ന ഒരുവൻ നമ്മളോട് കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയണം, എൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലാ. ഒരു മനുഷ്യൻ്റെ വാക്കിനോ ലോകത്തിൻ്റെ ചിന്തകൾക്കോ ഒരു കൊടുങ്കാറ്റിനോ ഒരു പ്രതിസന്ധിക്കോ അവൻ എന്നെ തകർക്കാൻ പറ്റത്തില്ല. ഒരു രോഗത്തിന് എന്നെ തകർക്കാൻ പറ്റത്തില്ല. ഒരു കാറ്റിനെ തകർക്കാൻ ഒക്കത്തില്ല. ഒരു വ്യക്തിയുടെ വാക്കിനെ തകർക്കാൻ ഒക്കത്തില്ല. ഇന്ന് പകൽക്കാലം എവിടെങ്കിലും നിങ്ങൾ ആടുന്നുണ്ടെങ്കിൽ, എപ്പോഴാടുന്നു സിസ്റ്ററെ? അടിസ്ഥാനം ക്ലിയർ അല്ലെങ്കിലല്ലേ? ഹല്ലേലൂയ. അടിസ്ഥാനം ക്ലിയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആട്ടം വരും. ആമേൻ. മറിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, നിൽക്കണമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, എന്ത് ചെയ്യണം? ക്രിസ്തുവായിരിക്കണം അടിസ്ഥാനം. ആമേൻ. എന്തു വന്നാലും പറയണം, ഞാൻ വീഴത്തില്ലെന്ന്. തീച്ചുള്ള വരുമായിരിക്കും, പറയും ആമേൻ, അതെന്നെ ദഹിപ്പിച്ചാലും ഞാൻ അതിൽ കുലുങ്ങത്തില്ല. അത് പറയും ദഹിപ്പിക്കുമ്പോൾ. നിങ്ങൾക്കറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഹല്ലേലൂയ, അവർക്ക് പറയാനൊന്നുണ്ട്. ആമേൻ, തീച്ചൂള വരിക. ആമേൻ, ആമേൻ. നെബൂഖദ്നേസറിന്റെ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ തീച്ചൂളയ്ക്കകത്ത് തള്ളപ്പെടും. അവർക്ക് പറയാനൊന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്തും ആമേൻ ഞാൻ തോൽക്കത്തില്ല. കാരണം അവർക്കറിയാം ഇതൊരു പരീക്ഷയാ. ഇതിനെ ഞാൻ ജയിച്ച് പുറത്തു വന്നാൽ എനിക്ക് ലഭിക്കുന്നത് ചെറുതല്ല, വലുത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആമേൻ, ഹല്ലേലൂയ, ഭക്ഷണം എന്ന വിഷയത്തിന്റെ മുമ്പിൽ ഇവർ ജയിച്ചപ്പോ അല്ലെ, 1-ാമത്തെ അധ്യായം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട്, രാജാവിന്റെ വീഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി ജീവിതത്തെ വിശുദ്ധിയോടെ നിൽക്കുവാൻ താല്പര്യപ്പെട്ട ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ, ഈ 4 പേർക്കും വേണ്ടി വചനം പറയുന്നു, അവരെ പോലെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സുന്ദരന്മാർ, അവരെ പോലെ ജ്ഞാനമുള്ളവർ ആമേൻ ആ കൊട്ടാരത്തിനകത്ത് അവരുടെ കൂട്ടത്തിൽ വേറെ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓടുന്നേ. നിങ്ങളതൊക്കെ വായിക്കണം കേട്ടോ, വായിച്ചിട്ടില്ലാത്തവരുണ്ടേ. ഹല്ലേലൂയ. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ 4 പേർ ക്രിസ്തുവിന്റെ വചനത്തിനകത്ത്, ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് അണുവിട മാറാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ ഒന്നുറച്ചു നിൽക്കുമ്പോൾ വചനം പറയുന്നു, അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ മാന്യതയുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ നിൽക്കുക. അവർക്ക് അറിയാം തീച്ചൂള അടുത്ത ഘട്ടം പരീക്ഷയാ, പക്ഷെ ഇതിനകത്തും ഞങ്ങൾ തളരത്തില്ല. നെബൂഖദ്നേസർ പറഞ്ഞു, തീച്ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിക്കും. ഇവര് പറയാ സാരമില്ല. ഹല്ലേലൂയ. അതുവരെ പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നില്ല കേട്ടോ. തിരിച്ചറിഞ്ഞോണമേ, അവൻ നെബൂഖദ്നേസർ കൽപ്പിക്കുമ്പോഴും തീച്ചൂളയ്ക്കകത്തോട്ട് കൊണ്ടുപോകാൻ കൈകാലുകൾ
കെട്ടുമ്പോഴൊന്നും ദൈവ സാന്നിധ്യം ഇവർക്ക് വേണ്ടി ഇറങ്ങി വന്നില്ല. പക്ഷെ ഒരുവൻ തീച്ചൂളയുടെ നടുവിൽ ശദ്രക്കിനും അബേദ്നെഗോവിനും മേശക്കിനും ഇവർക്ക് 3 പേർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. വചനം പറയുന്നു ആമൻ 4 പേരായി ആമൻ അവർ ജനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുക. ഒരുവൻ ദൈവപുത്രൻ്റെ മുഖത്തോടൊത്തിരിക്കുന്നു. ഹല്ലേലൂയ. തീച്ചുളയ്ക്കകത്തുനിന്ന് രോമത്തിന് പോലും കേടുവരാതെ പുറത്തു വരുന്നവർക്ക് വചനം പറയുക, രാജാവ് ആമൻ മാന്യത കൽപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്നുവോ? ലജ്ജിച്ചു പോകത്തില്ല. കൊണ്ടുപോയപ്പോൾ നിന്ദിക്കാൻ ആളുണ്ടായിരുന്നു അല്ലേ? ഹാലും കയ്യോ കെട്ടിയപ്പോൾ ഞങ്ങളുടെ പദ്ധതി ജയിച്ചു, ആമേൻ, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒതുങ്ങി എന്ന് പറയാൻ ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾക്ക് ഇവരെ കുലുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ഭാവി എന്താകും, ഇനി നാളെ നിങ്ങൾക്കില്ലല്ലോ എന്ന് പറയാൻ ആളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വാക്കുകൾക്കോ ചിന്തകൾക്കോ ഇവരെ കുലുക്കിക്കളയാൻ കഴിഞ്ഞില്ല. വചനം പറയുന്നു ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ ഇറങ്ങി വന്നു. അവർക്കെല്ലാം പറയാനൊന്നുണ്ട്. അവൻ തളർത്തിക്കളയുവാൻ സാഹചര്യം വന്നപ്പോ, പ്രതിസന്ധി വന്നപ്പോ ഞങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരുന്നത് കൊണ്ട് തളർന്നു പോകാതെ ആ പ്രതിസന്ധിയെ ഓവർകം ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇയ്യോബിനോട് ചോദിച്ചു നോക്കിയേ. ഇയ്യോബ് പറയും ആമേൻ എല്ലാം ഉണ്ടായിരുന്നു. ആമേൻ എല്ലാം ഉണ്ടായിരുന്നു. സമ്പത്ത്, ആമേൻ, കുഞ്ഞുങ്ങൾ, ദാസീദാസന്മാർ, സകലതും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഹല്ലേലൂയ ഇതെല്ലാം ഇയ്യോബിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി. ദേശം മുഴുവൻ പറഞ്ഞു ഇയ്യോബ് എന്ന മനുഷ്യൻ്റെ വ്യക്തി ജീവിതം പരാജയം. യഹോവ ഭക്തനെന്ന് തന്നെത്താൻ അഹങ്കരിച്ചിരുന്ന ഇയ്യോബിൻ്റെ വ്യക്തി ജീവിതം പരാജയം എന്ന് ദേശം മുഴുവനും ഇയ്യോബിനെ നോക്കി പറയുക. ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇന്ന് നമ്മളിൽ പലരും ഇതുപോലെ കടന്നു പോകുന്നില്ല ഈ സാഹചര്യങ്ങളിലൂടെ. ഹല്ലേലൂയ. സമ്പത്തിന് നഷ്ടം വന്നു, ആരോഗ്യത്തിന് നഷ്ടം വന്നു. എല്ലാം നഷ്ടം വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി എന്ന് ചോദിക്കാൻ പലരുമില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇയ്യോബിനെ നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു ഇയ്യോബിൻ്റെ ആമേൻ ഹല്ലേലൂയ എല്ലാ മേഖലയും പറയാം. സമ്പത്ത് പോയി, മക്കൾ പോയി, കുടുംബം പോയി, ഹല്ലേലൂയ എന്തൊക്കെ സമൃദ്ധി ഉണ്ടാകുന്ന എല്ലാം പോയി. അവൻ ഒടുവിലും അവൻ ഇയ്യോബ് പറയും ഒന്നിനെ മാത്രം ഞാൻ കളയത്തില്ല. ഞാൻ നിൽക്കുന്നത് എവിടെന്നറിയാമോ? എനിക്കറിയാവുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. സകലതും ഇങ്ങനെ നശിച്ച ശേഷവും എന്നെ അതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ള ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. സകലതും ഇങ്ങനെ നശിച്ച ശേഷവും എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരുവൻ. എന്റെ ഉറപ്പ് എന്റെ ശാരീരിക ബലമല്ല, എന്റെ ഉറപ്പ് എന്റെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് അല്ല, എന്റെ ഉറപ്പ് എന്റെ കുടുംബമല്ല, എന്റെ ഉറപ്പ് എന്നെ നിർത്തുന്ന ഒരുവനാ. ചുമ്മാതാണോ പറയുന്നേ? വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ലെന്ന്. ഇയ്യോബിന്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ നാട് വിട്ടുപോയേനെ. പക്ഷേ അതേ ഭവനത്തിനകത്ത്, അതേ ദേശത്തിനകത്ത് കഷ്ടത അനുഭവിക്കുമ്പോൾ തന്റെ ഇടത്തോടെ പറയുക ഇല്ല, ഞാൻ കുലുങ്ങത്തില്ല, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. അതേ ദേശത്ത്, അതേ സ്ഥലത്ത് ആമേൻ വന്നിച്ചോണ്ടിരുന്ന ദാസീദാസന്മാർ പോലും നിന്ദിക്കുന്ന അതേ ഭവനത്തിനകത്ത് നിൽക്കുക ഇയ്യോബ്. ഒറ്റ കാര്യം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? നമ്മൾ ഓടത്തില്ല. കാറ്റ് വരും, പ്രതിസന്ധി വരും, നന്മയെ ശത്രു അടിച്ചോണ്ട് പോകും. പിശാച് പറയും നീ തോൽവിയാന്ന്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പരാജയത്തിലും പിശാചിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു തന്നവനാ നമ്മുടെ അടിസ്ഥാനം. ഹല്ലേലൂയ. ക്രൂശിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും പിശാച് പറഞ്ഞു യേശുവിനെ ഞാൻ ക്രൂശിൽ തോൽപ്പിച്ചു. യേശു പറഞ്ഞു പൊട്ട പിശാചേ നീ തോറ്റടാ, പൊട്ട പിശാചേ നീ മണ്ടനാടാ. ഞാൻ ക്രൂശിൽ എന്റെ ജീവനെ അവൻ ദൈവ കരങ്ങളെ കൊടുക്കുമോ ഞാൻ അവിടെ ഒരു തോൽവിയല്ല, ഞാൻ ജയാളിയാ.
ആമേൻ. യേശു ക്രൂശിൽ ജീവൻ വിടുമ്പോ പിശാച് വിചാരിച്ചത് ഞാൻ ജീവൻ എടുത്തെന്ന. കർത്താവ് പറയും നീ എടുത്തതല്ല, ഞാൻ കൊടുത്തതാ. ആമേൻ. കേൾക്കുന്നുണ്ടോ എന്നെ? പിശാച് പറഞ്ഞു ഞാൻ യേശുവിനെ കൊന്നു. യേശു പറയും നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല പിശാചേ. നീ എൻ്റെ മേർത്തൊരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അനുവദിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. അവൻ എന്തൊക്കെ ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു സകലത്തെ നിവർത്തിയാക്കിയിട്ട് ദൈവത്തിന്റെ സമയമാകുമ്പോ പിതാവിനോട് പറയാ, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? കർത്താവ് തോൽവിയല്ല, കർത്താവ് തോറ്റതല്ല. കർത്താവ് പറയും ഞാൻ അനുവദിക്കാതെ എൻ്റെ പ്രാണനെ പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റുവാൻ പിശാച് നിനക്ക് കഴിയത്തില്ലടാ. മരണം കൊണ്ട് പോലും പിശാചിനെ ജയിച്ചവനാ എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ഏത് പ്രതിസന്ധിക്കകത്തും പറയാ എനിക്കൊരു അടിസ്ഥാനമുണ്ട്. ഒരിക്കലും കുലുങ്ങാത്ത ഇളകാത്ത ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു അടിസ്ഥാനം അതെന്റെ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. രേഖലബ ശംധരഗലബ. ആമേൻ. ഞാൻ ഇങ്ങനെ നശിച്ച ശേഷവും ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ ശരീരം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ എൻ്റെ കർത്താവിനെ കാണും. യോബ് പറയാ വിശ്വസിക്കുന്നവനോട് ഓടിപ്പോകത്തില്ലെന്നേ. പലരും തലേ കൂടെ തുണിയോട്ട് ഓടുമ്പോ അവൻ വിശ്വസിക്കുന്നവൻ പറയും ഞാൻ ഇവിടെ നിൽക്കും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ തീരത്തില്ല, ഞാൻ തോക്കത്തില്ല, ഞാൻ തോൽവിയെന്ന് പിശാച് പറഞ്ഞ അതേ സ്ഥലത്ത്, അതേ മണ്ണിൽ, അതേ ഭവനത്തിൽ, അതേ ദേശത്തിൽ പിശാചേ നിനക്കൊരു തിരിച്ചടിയായി ഞാൻ ഇവിടെ നിൽക്കും. പകൽക്കാലം സഭയോട് ദൈവം പറയുന്ന ദൂത, നിങ്ങൾ തോൽവിയാന്ന് പിശാച് പലരുടെ വായി കൊണ്ട് പറയിച്ച അതേ ദേശത്ത്, അതേ ഭവനത്ത്, അതേ പൊസിഷനിൽ ആമേൻ നിങ്ങളുടെ തല ഉയർത്തി നിർത്തുമാറാക്കുന്ന ഒരുവൻ എന്നോട് അങ്ങനെ വീണ്ടും പറയാൻ പരിശുദ്ധാത്മാവ് അവൻ ആലോചന പറയുക. അതേ സ്ഥലത്ത് തോൽവിയാന്ന് പിശാച് പറഞ്ഞ്, പരാജയമെന്ന് പിശാച് പറഞ്ഞ് അതേ സ്ഥാനത്ത് തലയെ ഉയർത്തി നിർത്തുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ചലിക്കുക. നിന്ദിക്കുന്ന പരിഹസിക്കുന്ന അതേ സ്ഥാനത്ത് യോബ് തീർന്നു കേട്ടോ. നീതിമാനാണ് പോലും, നിഷ്കളങ്കനാണ് പോലും, യഹോവ ഭക്തനാണ് പോലും പരിഹസിച്ചുകൊണ്ട് നിന്ന് അതേ സ്ഥാനത്ത് യോബ് പറയും ഞാൻ ഓടത്തില്ല, ഞാൻ ഓടത്തില്ല. ആമേൻ. ഞാൻ ഓടത്തില്ല. കാരണം എനിക്കായൊരുവനുണ്ട്, എനിക്കൊരടിസ്ഥാനമുണ്ട്. ഞാൻ ആ അടിസ്ഥാനത്തിന്മേലാ നിൽക്കുന്നേ. ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ തള്ളി പറയാതെ കൽപ്പന പ്രമാണിച്ച് നടന്ന മനുഷ്യൻ, ഹല്ലേലൂയ, ദൈവത്താൽ സാക്ഷ്യം കൊണ്ട മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തളരത്തില്ല, ഞാൻ തോൽക്കത്തില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഈ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും പണിയപ്പെടുന്നതെങ്കിൽ ഒരു ശത്രുവും നമ്മളെ തോൽപ്പിച്ചു കളയത്തില്ല. ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റും. എൻ്റെ അടിസ്ഥാനം ഈ ലോകത്തിലെ യാതൊന്നുമല്ല, എൻ്റെ അടിസ്ഥാനം കർത്താവ്. കാറ്റ് വരും, പ്രതികൂലം വരും, പ്രയാസം വരും, നോ പ്രോബ്ലം, ഞാൻ നിൽക്കും. എനിക്കായി ഒരുവനുണ്ട്. മരണം കൊണ്ടുപോലും ആമേൻ ഹല്ലേലൂയ ജയത്തെ പ്രഖ്യാപിച്ചൊരു കർത്താവ്. ആമേൻ. മരണം കൊണ്ടുപോലും ജയത്തെ. നമുക്ക് ജയിക്കാൻ താല്പര്യമുണ്ടോ? പിശാച് നമ്മളെ തോൽപ്പിച്ചു കളയുന്ന സാഹചര്യം വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഹൃദയം തുറന്ന് കർത്താവിന് നന്ദി പറയണം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് ഞാൻ നിർത്തുക. ഹല്ലേലൂയ. പിശാചിൻ്റെ ഉദ്ദേശം നമ്മൾ കരയുക എന്നുള്ളതാ. പിശാചിൻ്റെ ഉദ്ദേശം നമ്മളെ കൊണ്ട് ദൈവത്തെ തള്ളി പറയിക്കുക എന്നുള്ളതാ. പിശാചിൻ്റെ ഉദ്ദേശം നമ്മളെ ഹൃദയത്തെ മടുപ്പിച്ചു കളയുന്നുള്ളതാ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. ഏത് പ്രതികൂല സാഹചര്യം നടുവിലും, അതിൻ്റെ നടുവിലും ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയും. എത്ര ആമേൻ ഹൃദയം കലങ്ങുന്ന സാഹചര്യം വന്നാലും അതിൻ്റെ നടുവിലും എൻ്റെ കർത്താവ്
കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞേ എനിക്കൊരു അടിസ്ഥാനമുണ്ട്. ഞാൻ കുലുങ്ങത്തില്ല. ഞാൻ പണിതിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ നിയമസംഹിതകളിലല്ല, ഒരു മനുഷ്യൻ്റെ വാക്കിലോ അഭിപ്രായത്തിലോ അല്ല. എൻ്റെ ക്രിസ്തീയ ജീവിതം ഞാൻ പണിതിരിക്കുന്നത് ക്രിസ്തു ആകുന്ന അടിസ്ഥാനത്തിന്മേല. കാറ്റ് വരട്ടെ, പ്രതികൂലം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, എൻ്റെ ഭവനം ഞാനാകുന്ന ദൈവത്തിൻ്റെ മന്ദിരം അനങ്ങത്തില്ല, കുലുങ്ങത്തില്ല. ഞാൻ വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാലിടറുന്നവരുണ്ടെന്ന് പറഞ്ഞ കർത്താവേ, എന്നെ ശക്തീകരിക്കണം. അങ്ങാകുന്ന പാറമേൽ കാലുകളെ ഉറപ്പിച്ച് നിൽക്കാൻ ഇന്ന് പകൽക്കാലം പറഞ്ഞേ. ഏതെങ്കിലും മേഖലക്കകത്ത് രോഗത്തിലോ സാമ്പത്തിക പ്രതിസന്ധിയിലോ ഇന്നടിക്കുന്ന കൊടുങ്കാറ്റിന്റെ നടുവിലോ അവൻ കാലിടറും, അവൻ ഉലയുന്നുണ്ട്, അവൻ ഹല്ലേലൂയ, അവൻ വല്ലാതെ വലയുന്നുണ്ട് ചിന്തിക്കുന്നവർ ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, എന്റെ കാലുകളെ അങ്ങാകുന്ന പാറയിൽ ഉറപ്പിച്ച് അവൻ നിലനിൽക്കാൻ, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽപ്പാൻ, അങ്ങാകുന്ന അടിസ്ഥാന കല്ലിന്മേൽ ഉറപ്പോടെ നിന്ന് എന്റെ ക്രിസ്തീയ ജീവിതം പണിയുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, പപ്പാ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് പാഠ്യങ്ങളെ ഏൽപ്പിക്കുന്നു. ആമേൻ. ഈ ലോകത്തിനകത്ത് എവിടെ ഞങ്ങളെ തകർത്ത് കളയാമെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മുൻപാകെ അവനെ തോൽപ്പിക്കുന്ന, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് അവൻ ക്രിസ്തീയ ജീവിതം പണിതുയർത്തുന്ന ഒരു തലമുറയായി ഞങ്ങൾ എഴുന്നേൽക്കട്ടെ. അങ്ങയുടെ ജനത്തെ അതിന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. വചനം പറയുന്നുണ്ടല്ലോ, സിയോനിൽ അവൻ ശ്രേഷ്ഠമായൊരു മൂലക്കല്ല് ഞാൻ ഇട്ടിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ ലജ്ജിച്ചു പോകുകയില്ല, അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല എന്ന്. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങയിൽ നിന്നോ തല ഉയർത്തുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് ജയജീവിതം നയിപ്പാൻ സ്വർഗം സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ.